ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ലോക്കൽ അലൈൻമെൻറ്റ് സെർച്ച് ടൂൾ എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അതൊരു സെർച്ചിങ് ടൂളാണ്, സിമിലാരിറ്റി സെർച്ചിങ് ടൂളാണ്. സിമിലാരിറ്റി സെർച്ചിങ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്യത സെർച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ടൂൾ. അപ്പം ഇത് മെയിനായിട്ടും പ്രോട്ടീൻ സീക്വൻസുകളുടെയും അതുപോലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളുടെയും സിമിലാരിറ്റിയാണ് സെർച്ച് ചെയ്യാൻ സഹായിക്കുന്നത്. പ്രോട്ടീൻ സീക്വൻസ് എന്ന് പറയുമ്പം പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. DNA സീക്വൻസ് എന്ന് പറയുമ്പോൾ DNA ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ്. അപ്പം പ്രോട്ടീൻസിൻ്റെ അല്ലെങ്കിൽ DNAയുടെയും സീക്വൻസ് സിമിലാരിറ്റി സെർച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, ഒരു അൽഗോരിതമാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെർച്ചിങ് ടൂൾ. Sequence similarity searches can identify homologous protein or genes by detecting excess similarity, which is statistically significant similarity that reflects common ancestry. ഇങ്ങനെയുള്ള സീക്വൻസ് സിമിലാരിറ്റി സെർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എന്തിനാണ് ഈ സീക്വൻസ് സിമിലാരിറ്റി സെർച്ചസ് നടത്തുന്നത്? ഇങ്ങനെ സീക്വൻസ് സിമിലാരിറ്റി സെർച്ചസ് നടത്തുന്നത് വഴി നമുക്ക് ഹോമോലോഗസ് ആയിട്ടുള്ള, ഒരുപോലെയുള്ള, ഒരേ സ്ട്രക്ചറുള്ള പ്രോട്ടീനുകളെയും ജീനുകളെയും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നു. അങ്ങനെ അവരുടെ സിമിലാരിറ്റി സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ അത് ഒരു കോമൺ ആൻസിസ്ട്രിയെ കാണിക്കുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുണ്ട്. അതിനെ കോഡ് ചെയ്യുന്ന ജീനിനെ നമ്മൾ ഗ്ലോബിൻ ജീൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ന്യൂറോഗ്ലോബിനൊക്കെ കാണപ്പെടുന്ന ആ ഗ്ലോബിൻ പ്രോട്ടീൻ. അപ്പോൾ അതിനെ കോഡ് ചെയ്യുന്ന ഗ്ലോബിൻ ജീൻ അല്ലെങ്കിൽ ഈ ഗ്ലോബിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് മിക്ക വെർട്ടിബ്രേറ്റ്സിലും, ഈവൻ ഫ്രം ബാക്ടീരിയ തൊട്ട് വെർട്ടിബ്രേറ്റ്സ് വരെ എല്ലാ ഓർഗാനിസത്തിലും കാണപ്പെടുന്ന ഒരു ജീനാണ്. ഒട്ടുമിക്ക കോംപ്ലക്സ് ലൈഫ് ഫോംസിൽ ഈ ഗ്ലോബിൻ ജീനുണ്ട്. അപ്പോൾ ഈ ഗ്ലോബിൻ ജീൻ അതൊരു സൂപ്പർ ഫാമിലി ജീനാണ്. അപ്പോൾ ആ ജീൻ അല്ലെങ്കിൽ ആ ഗ്ലോബിൻ പ്രോട്ടീൻ ഹൈലി കൺസേർവ്ഡ് ആണ്. അതിൻ്റെ പല സീക്വൻസുകളും ഹൈലി കൺസേർവ്ഡ് ആണ്. കൺസേർവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു മാറ്റവും കാലാകാലങ്ങളിൽ എത്ര എവല്യൂഷൻ സംഭവിച്ചിട്ടും ചില റീജിയണിലെ ന്യൂക്ലിയോടൈഡ്സിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അത് അതേപടി കൺസേർവ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ എല്ലാ ഓർഗാനിസത്തിലെയും ഗ്ലോബിൻ ജീൻ ഒരു കോമൺ ആൻസസ്ട്രിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഈ ബ്ലാസ്റ്റ് പോലെയുള്ള സെർച്ചിങ് ടൂൾ വെച്ച് നമ്മൾ സീക്വൻസ് സിമിലാരിറ്റി സെർച്ച് ചെയ്യുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ ഒരു ജീൻ അത് ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് പോകുമ്പോൾ അതിന് എത്രത്തോളം വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഓർഗാനിസം അത് പുതിയതായിട്ട് അറ്റൈൻ ചെയ്തതാണോ, എന്തൊക്കെ തരത്തിലുള്ള മ്യൂട്ടേഷൻ അതിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സീക്വൻസ് സിമിലാരിറ്റി സെർച്ച് ടൂൾ വഴി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഹോമോലോഗസ് സീക്വൻസുകളെ, അതായത് പ്രോട്ടീൻ ആയാലും ജീനായാലും അവിടുത്തെ ഹോമോലോഗസ് സീക്വൻസുകളെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ബ്ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സീക്വൻസ് സിമിലാരിറ്റി സെർച്ചിങ് ടൂൾ എന്ന് പറയുന്നത്. ബ്ലാസ്റ്റിൻ്റെ എക്സ്പാൻഷനാണ് ബേസിക് ലോക്കൽ അലൈൻമെൻറ്റ് സെർച്ച് ടൂൾ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻഫോർമാറ്റിക്സ് പ്രോഗ്രാം for comparing primary biological sequence information such as amino acid sequence of a protein or nucleotide sequence of DNA. അപ്പം പ്രോട്ടീനുകളുടെ അമിനോ ആസിഡ് സീക്വൻസ് നോക്കാനും സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ DNAയുടെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് സെർച്ച് ചെയ്യാനുമായിട്ട് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഫോർമാറ്റിക് പ്രോഗ്രാമാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. ബ്ലാസ്റ്റ് ഫൈൻഡ് റീജിയൺ ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ ബയോളജിക്കൽ സീക്വൻസസ്. അപ്പോൾ സിമിലാർ ആയിട്ടുള്ള റീജിയൻസിനെയാണ് ബ്ലാസ്റ്റ് നമുക്ക് കണ്ടെത്തി തരുന്നത്. ദ പ്രോഗ്രാം കമ്പയർസ് ന്യൂക്ലിയോടൈഡ് ഓർ പ്രോട്ടീൻ സീക്വൻസസ് ടു കറസ്പോണ്ടിങ് സീക്വൻസ് ഡേറ്റാബേസ് ആൻഡ് കാൽക്കുലേറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പം ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മളൊരു ന്യൂക്ലിയോടൈഡിനെ കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്താൽ ആ ന്യൂക്ലിയോടൈഡിനെ ഇതുവരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുമായിട്ട് കമ്പയർ ചെയ്യും. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫിഷിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പുതിയതായിട്ട് നിങ്ങളൊരു ഫിഷിനെ കണ്ടെത്തിയാൽ ആ ഫിഷിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഷിൻ്റെ DNA, നമ്മൾ അതിൻ്റെ DNA എടുത്തിട്ടാണ് പഠനം നടത്തിയെങ്കിൽ ആ DNAയുടെ സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യും. അതല്ല നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ എടുത്തിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തിയെങ്കിൽ ആ അമിനോ ആസിഡ് സീക്വൻസും
ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഷസിൻ്റെ പ്രോട്ടീനുകളുടെ അമിനോ ആസിഡ് സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് സിമിലർ ആയിട്ടുള്ള സീക്വൻസ് നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് തന്നിട്ട് അതുമായിട്ട് എത്ര പെർസെൻറ്റേജ് നമ്മുടെ സീക്വൻസ് സിമിലാരിറ്റി കാണിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ദിസ് പ്രോഗ്രാം compares nucleotide or protein sequences to corresponding sequence database and calculate the statistical significance. അതായത് നമ്മൾ ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസിനെയാണ് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂക്ലിയോറ്റൈഡ് ഡാറ്റാബേസുമായിട്ടായിരിക്കും കമ്പാരിസൺ നടത്തുന്നത്. അല്ല നമ്മൾ പ്രോട്ടീൻ സീക്വൻസിനെയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീൻ ഡാറ്റാബേസുമായിട്ടായിരിക്കും സീക്വൻസ് കമ്പാരിസൺ നടത്തുന്നത്. ബ്ലാസ്റ്റ് പ്രോഗ്രാം ക്യാൻ ബി അസസ്ഡ് ഓവർ ഇൻ്റർനെറ്റ്. നമുക്ക് അത് ഒന്നുകിൽ NCBIയുടെ സൈറ്റിൽ നിന്ന് അസസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റർനെറ്റിൽ നിന്നും നമുക്ക് ബ്ലാസ്റ്റ് സെർച്ചിങ് ടൂൾ അസസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇട്ടേക്കാണ് കമ്പയറിങ് സീക്വൻസ്. നമ്മൾ പറഞ്ഞു സീക്വൻസിനെ കമ്പയർ ചെയ്യാനാണ്. അപ്പം ഞാൻ 2 ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് കമ്പയറിങ് സീക്വൻസ് 1 വിത്ത് സീക്വൻസ് 2. അപ്പോൾ സീക്വൻസ് 1നെ സീക്വൻസ് 2 ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പം നോക്കിയേ, നമുക്കറിയാം ഇപ്പോൾ സീക്വൻസ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിൽ എഴുതിയേക്കുന്നത്, സീക്വൻസ് 2 തൊട്ട് താഴത്തെ ലൈനിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വെച്ചു. ഇതെല്ലാം ചെയ്യുന്നത് ടൂളാണ്, സോഫ്റ്റ്വെയറാണ്, പ്രോഗ്രാമാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 സീക്വൻസ് എഴുതി അതിനെ കമ്പാരിസൺ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഇതിനകത്തിൽ ജസ്റ്റ് ഒരുപോലെ വന്നേക്കുന്ന സീക്വൻസിനെ എല്ലാം നമ്മളൊരു ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം TT എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് സീക്വൻസിലും സെക്കൻഡ് സീക്വൻസിലും TT എന്നൊരു റീജിയൻ സിമിലറാണ്. പിന്നെ CC കുറച്ച് കഴിഞ്ഞ് CC സിമിലറാണ്. പിന്നെ തൊട്ടടുത്ത് ഒരു നീണ്ട ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് രണ്ടിലും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ആണ് നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ ബ്ലാസ്റ്റിൽ ഇതിനകത്തെ ലാസ്റ്റ് പാർട്ട് മാത്രമേ ബ്ലാസ്റ്റ് സിമിലാരിറ്റി സീക്വൻസ് ആയിട്ട് കാണിക്കത്തുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ സീക്വൻസ് ദൈർഘ്യം വരുന്ന അതിനായിരിക്കും ബ്ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റേ ആദ്യത്തെ 2 റാൻഡമായിട്ട് വരുന്ന സിമിലാരിറ്റി മാത്രമാണ്. അതേസമയം ലാസ്റ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6-7 ന്യൂക്ലിയോറ്റൈഡിന്, 6-7 ഒരു ഏകദേശം ഒരു 8-9 ന്യൂക്ലിയോറ്റൈഡിന് അവിടെ സിമിലാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലെങ്തി ആയിട്ടുള്ള എന്നാൽ ഷോർട്ട് ബഞ്ചസ് ഓഫ് സീക്വൻസുകളെ ആയിരിക്കും ബ്ലാസ്റ്റ് സിമിലാരിറ്റി സെർച്ചസിൽ കമ്പയർ ചെയ്ത് നമുക്ക് റിസൾട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് സീക്വൻസ് കമ്പാരിസൺ നടത്തുന്നത്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഓരോ ന്യൂക്ലിയോറ്റൈഡും തൊട്ട് താഴത്തെ ന്യൂക്ലിയോറ്റൈഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് സീക്വൻസ് കമ്പാരിസൺ നടക്കുന്നത്. നെക്സ്റ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബ്ലാസ്റ്റിൻ്റെ പല ടൂൾസുണ്ട്. കോമൺലി യൂസ്ഡ് ബ്ലാസ്റ്റ് പല പ്രോഗ്രാംസ് ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 4-5 ബ്ലാസ്റ്റ് പ്രോഗ്രാംസിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഈസ് BLAST-N ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിങ് ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് അഗൈൻസ്റ്റ് ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് ഡാറ്റാബേസ്. അപ്പം ഒരു ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഒത്തിരിയേറെ ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ടേബിൾ ഫോർമാറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയൽ, അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓൾറെഡി ഒരു ടേബിൾ ഫോർമാറ്റിൽ ഒത്തിരിയേറെ ഓർഗാനിസത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന DNA ഇൻഫർമേഷൻ ന്യൂക്ലിയോറ്റൈഡ് ഫോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് നമുക്ക് കിട്ടിയ ഫിഷിൻ്റെ ആണെങ്കിൽ ഫിഷിൻ്റെ ന്യൂക്ലിയോറ്റൈഡ് കമ്പയർ ചെയ്ത് നോക്കുന്നു. അതാണ് BLAST-Nൻ്റെ ജോലി. അപ്പോൾ കമ്പയറിങ് ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ്, നമ്മുടെ കൊറി സീക്വൻസ്, നമ്മൾ അന്വേഷിക്കുന്ന ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അത് BLAST-N. BLAST-P എന്ന് പറയുമ്പം പ്രോട്ടീൻ അല്ലേ, കമ്പയറിങ് പ്രോട്ടീൻ കൊറി സീക്വൻസ് അഗൈൻസ്റ്റ് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ്. നമ്മൾ ഫിഷിൽ നിന്ന് പ്രോട്ടീനെയാണ് ഐസൊലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോട്ടീനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോട്ടീൻ ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതാണ് BLAST-P. അപ്പോൾ പ്രോട്ടീൻ സീക്വൻസ് ഈസ് കമ്പയർഡ് അഗൈൻസ്റ്റ് പ്രോട്ടീൻ ഡാറ്റാബേസ്. നെക്സ്റ്റ് ഈസ് BLAST-X എന്ന് പറയുമ്പോൾ കമ്പയറിങ് ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് അഗൈൻസ്റ്റ് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ്. അപ്പോൾ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ?
ട്രാൻസ്ലേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോട്ടീനാണ് അല്ലേ. അപ്പം ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതായത് നമുക്കൊരു mRNA ഫോമിലാണ് ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇരിക്കുന്നതെങ്കിൽ ആ mRNAയിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീനെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രീവിയസ് കേസിൽ ഇതിപ്പം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം. ഇത് നിങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് സീക്വൻസ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു mRNA ആണെന്നിരിക്കട്ടെ. ആ mRNA അപ്പോൾ അതിനെ ട്രാൻസ്ലേഷൻ സംഭവിക്കുമ്പോഴാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ AUG സ്റ്റാർട്ടിങ് കോഡോൺ AUG ആണെങ്കിൽ അത് മെത്തിയോണിനെയാണ് കോഡ് ചെയ്യുന്നത്. അടുത്തത് CC. ഇപ്പോൾ നിങ്ങൾക്കറിയാം AUG 3 കോഡോൺ ചേരുമ്പോഴാണ് ഒരു അമിനോ ആസിഡ് അല്ലേ, സോറി 3 ലെറ്റേഴ്സ് ചേരുമ്പോഴാണ് ഒരു കോഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ AUG 1 കോഡോൺ ഇറ്റ് റെപ്രസെൻറ്റ് അമിനോ ആസിഡ്. മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് AUG. അടുത്തത് CCT. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ അത് സിസ്റ്റീനെ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ അമിനോ ആസിഡ് മെത്തിയോണിനാണെന്ന് മനസ്സിലായി. CCT അത് സിസ്റ്റീനെ ആണെന്ന് മനസ്സിലായി. AGC അത് അലാനിനെ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അത് അലാനിനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. പിന്നെ GGT അത് ഗ്ലൈസീനെ ആണെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് ആ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കോഡോണാക്കി അത് ഏത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് ഈ ഒരു mRNA സീക്വൻസ് തരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ mRNA ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതിൽ എപ്പോഴും T വരത്തില്ല, അതിന് പകരം യുറാസിലായിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് പറഞ്ഞത്. ഇപ്പം ഇതിൽ ടിയുടെ സ്ഥാനത്ത് അവിടെ യു ആയിരിക്കും വരുന്നത്, യുറാസിലായിരിക്കും വരുന്നത്. അപ്പം ആ രീതിക്ക് നമ്മളൊരു സീക്വൻസ് എടുത്തിട്ട്, അതായത് ഒരു mRNA കിട്ടിയതിൽ നിന്ന് നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ സീക്വൻസ് മനസ്സിലാക്കിയിട്ട് ആ പ്രോട്ടീൻ സീക്വൻസിനെ മറ്റൊരു പ്രോട്ടീൻ സീക്വൻസുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം ഏതായിരിക്കും? BLASTX ആയിരിക്കും. BLASTX ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിങ് എ ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് അഗൈൻസ്റ്റ് എ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ്. ഇനി TBLASTN എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റഡ് BLASTN ആണ്. ഇറ്റ് ഈസ് ഫോർ കമ്പയറിങ് എ പ്രോട്ടീൻ ക്വറി സീക്വൻസ് അഗൈൻസ്റ്റ് എ ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ്. ഇതുപോലെ ഒരു പ്രോട്ടീൻ സീക്വൻസിനെ എടുത്തിട്ട് ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പ്രോട്ടീൻ ഡാറ്റാബേസുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ TBLASTN ആണ് യൂസ് ചെയ്യുന്നത്. BLASTX എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ പ്രോട്ടീൻ ഡാറ്റാബേസായിട്ടും TBLASTN എന്തിനാണ്? പ്രോട്ടീൻ ക്വറി സീക്വൻസിനെ ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസുമായിട്ടും കമ്പയർ ചെയ്യാനായിട്ടാണ്. ഇനി TBLASTX എന്ന് പറഞ്ഞാൽ അവിടെ കമ്പയറിങ് ന്യൂക്ലിയോടൈഡ് ക്വറി സീക്വൻസ് അഗൈൻസ്റ്റ് ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസ്. ന്യൂക്ലിയോടൈഡ് ക്വറി സീക്വൻസിനെ നമ്മൾ ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യാനാണെങ്കിൽ നമ്മൾ TBLASTX യൂസ് ചെയ്യുന്നു. അപ്പോൾ TBLASTXൻ്റെ പ്രത്യേകത മനസ്സിലായോ? ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യുന്ന ഏതുമായിട്ട് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതാണ് TBLASTXൻ്റെ പ്രത്യേകത. പിന്നെ PSI BLAST അത് ഒരു പ്രോട്ടീൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് റിലേറ്റീവ്സിനെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ പ്രോട്ടീൻസ് തമ്മിലുള്ള സിമിലാരിറ്റി മറ്റു പല ഓർഗാനിസത്തിലും ഒരേ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരേ സ്ട്രക്ചറൽ പാറ്റേൺസ് ഉള്ള പ്രോട്ടീൻസിനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബ്ലാസ്റ്റ് പ്രോഗ്രാമാണ് PSI BLAST എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് മെഗാബ്ലാസ്റ്റ്. അതൊരു ഫാസ്റ്റർ പ്രോഗ്രാമാണ്. നമുക്ക് ഒത്തിരിയേറെ സീക്വൻസുകളെ ഒറ്റയടിക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഗാബ്ലാസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ പെയർ വൈസ് അലൈൻമെൻ്റ് ആണ്. അതായത് 2 സീക്വൻസുകളെ മാത്രം കമ്പയർ ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസനാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ ഒരു സീക്വൻസിനെ ഒന്നിലേറെ സീക്വൻസുമായിട്ട് ഒറ്റ അടിക്ക് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മെഗാബ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരിക്കും. അതൊരു ഫാസ്റ്റർ പ്രോഗ്രാമാണ്. ഒന്നിൽ കൂടുതൽ സീക്വൻസുകളെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വി ക്യാൻ കമ്പയർ. അപ്പോൾ ഇത്രയാണ് ബ്ലാസ്റ്റിൻ്റെ വേരിയസ് പ്രോഗ്രാമായിട്ടുള്ളത്. അപ്പോൾ BLASTN, BLASTP, BLASTX, TBLASTN, TBLASTX, PSI BLAST ആൻഡ് മെഗാബ്ലാസ്റ്റ്. അപ്പം നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റിൻ്റെ ഒരു 2 പെക്യുലാരിറ്റീസ് എന്താണെന്ന് പറയാം. ബ്ലാസ്റ്റ് ഈസ് മോർ ടൈം എഫിഷ്യൻറ്റ് ദാൻ ഫാസ്റ്റ്. ബ്ലാസ്റ്റിനെ പോലെയുള്ള മറ്റൊരു സെർച്ചിങ് ടൂളാണ് ഫാസ്റ്റ്. അതിനേക്കാൾ ടൈം എഫിഷ്യൻ്റ് ആണ്, ഫാസ്റ്ററാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സെർച്ചസ് ഓൺലി ഫോർ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാറ്റേൺ ഇൻ ദ സീക്വൻസ്. അത് എപ്പോഴും
എന്താണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാറ്റേണിനെ മാത്രമേ സെർച്ച് ചെയ്തുള്ളൂ. ഞാൻ ആദ്യത്തെ എക്സാമ്പിളിൽ പറഞ്ഞു, ആദ്യത്തെ ടി, രണ്ടാമത്തെ സി, അതൊന്നും ബ്ലാസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കത്തില്ല. ഏറ്റവും സിഗ്നിഫിക്കൻ്റ് പാറ്റേൺസിനെ മാത്രമേ അവിടെ സെർച്ച് ചെയ്ത് റിസൾട്ടായിട്ട് നമുക്ക് തരത്തുള്ളൂ. ബ്ലാസ്റ്റ് ഈസ് എഫക്റ്റീവ് ഫോർ പ്രോട്ടീൻ സീക്വൻസ് ദാൻ ഫോർ DNA സീക്വൻസ്. നമ്മൾ പ്രോട്ടീൻ സീക്വൻസും DNA സീക്വൻസിനും വേണ്ടി ബ്ലാസ്റ്റ് യൂസ് ചെയ്യുമെങ്കിലും മച്ച് മോർ എഫക്റ്റീവ് എന്താണ് പ്രോട്ടീൻ സീക്വൻസിനെ കമ്പയർ ചെയ്യാനാണ് ബ്ലാസ്റ്റ്. ന്യൂക്ലിയോടൈഡ് സീക്വൻസിനേക്കാൾ പ്രോട്ടീൻ സീക്വൻസിനെ കമ്പയർ ചെയ്യാനായിട്ടാണ് ബ്ലാസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ബ്ലാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബ്ലാസ്റ്റ് ഫാസ്റ്റ എന്ന് പറയുന്ന മറ്റ് സെർച്ചിങ് ടൂളിനേക്കാൾ ടൈം എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിമിലാരിറ്റി പാറ്റേൺ സീക്വൻസുകളെ മാത്രമേ അത് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ പ്രോട്ടീൻ സീക്വൻസുകളെ സെർച്ച് ചെയ്യുന്നതിനായിരിക്കും ബ്ലാസ്റ്റ് മച്ച് മോർ എഫക്റ്റീവ്. ഇനി ബ്ലാസ്റ്റിൻ്റെ 1-2 യൂസ് അത് നിങ്ങൾക്ക് ടെക്സ്റ്റിലില്ല, പക്ഷേ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. യൂസ് ഓഫ് ബ്ലാസ്റ്റ് നമ്മൾ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫിഷിനെ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ഫിഷ് ആ ഫിഷ് ഏതാണ് എന്നുള്ളത് മോർഫോളജി നോക്കി മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ എന്താണ് ഈ DNA അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് കമ്പാരിസൺ വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ ഫാസ്റ്റർ ആക്കുന്നു, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ലൊക്കേറ്റിംഗ് ഡൊമെയിൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീനിലെ ഒരു സ്പെസിഫിക് പോർഷൻ അത് മറ്റുള്ള റീജിയൺ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് ഹൈലി കൺസേർവ്ഡ് ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡൊമെയിൻസുകൾ പ്രോട്ടീനിലെ ഫങ്ഷനലി ആക്റ്റീവായിട്ടുള്ള ചില പർട്ടിക്കുലർ റീജിയൻസൊക്കെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഫൈലോജിനി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എവല്യൂഷണറി സിഗ്നിഫിക്കൻസ്. ഒരു പ്രോട്ടീൻ കണ്ടു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ മറ്റുള്ള ഡിഫറെൻറ്റ് ഓർഗാനിസത്തിലെ പ്രോട്ടീനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ ഹോമോലോഗസ് ആണോ, ഇതിന് വല്ല വേരിയേഷൻസും കാലക്രമേണ പറ്റിയിട്ടുണ്ടോ. അപ്പോൾ ഒരു ഇൻസെക്റ്റിൽ തന്നെ ഒരു ഇൻസെക്റ്റിൻ്റെ ഫ്ലൈറ്റ് മസിലിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോട്ടീൻ മറ്റൊരു ഇൻസെക്റ്റിൻ്റെ ഫ്ലൈറ്റ് മസിലിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. അപ്പം ഈ പ്രോട്ടീനുകൾ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, അങ്ങനെ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ ഈ 2 ഇൻസെക്റ്റ് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും വന്നതാണോ, അങ്ങനെയുള്ള പഠനത്തിന് സഹായിക്കുന്നു. അതിനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷിംഗ് ഫൈലോജനി എന്ന് പറയുന്നത്. അതായത് എവല്യൂഷണറി ട്രെൻഡ് മനസ്സിലാക്കുന്നു. പിന്നെ DNA മാപ്പിംഗ്, ഒരു ക്രോമസോമിലെ ഒരു DNAയുടെ പൊസിഷൻ എവിടെയാണ്, ഒരു ജീൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതുപോലെ ആ ജീനെ കമ്പയർ ചെയ്യാൻ അതിനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാസ്റ്റ് കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന്. ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെർച്ചിങ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങളാണ് സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ, ലൊക്കേറ്റിംഗ് ഡൊമൈൻസ്, എസ്റ്റാബ്ലിഷിംഗ് ഫൈലോജനി, DNA മാപ്പിംഗ് ആൻഡ് കമ്പാരിസൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബേസിക് ലോക്കൽ അലൈൻമെൻറ്റ് സെർച്ച് ടൂൾ. അത് സിമിലാരിറ്റി സീക്വൻസ് സെർച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. പ്രോട്ടീൻ സീക്വൻസിനെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെർച്ചിങ് ടൂളാണ്. ഓക്കെ, താങ്ക് യു.